നമസ്കാരം. എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യുന്നത്. 1857 റിവോൾട്ട് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അല്ലേ. ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട കുറച്ച് മുന്നേറ്റങ്ങളും അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനത്തിന്റെ തുടക്കം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒക്കെ ആ ഒരു ആദ്യകാല പ്രവർത്തനങ്ങൾ, ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇൻ ദ എൻഡ് ഓഫ് ദ വീഡിയോ നമ്മൾ PYQസും കൂടെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. അപ്പൊ നമ്മൾ 1857 റിവോൾട്ട് വരെയാണ് കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയത് അല്ലേ. അതിന് പിന്നേക്ക് വരുന്ന ഏരിയാസ് പഠിക്കാൻ വേണ്ടി നമ്മൾ മെയിൻലി റെഫർ ചെയ്തിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ യൂണിറ്റ് 2 ആണ്, ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്. ദേശീയ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഏതാണ്? നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പൊ അതിന്റെ രൂപീകരണവും ആദ്യകാലത്തെ പ്രവർത്തനങ്ങളും വരെയുള്ള ഏരിയ ആണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു ഫ്രെയിമിൽ ഗാന്ധിയും നെഹ്റുവും അവരൊന്നും വന്നിട്ടില്ല. അതിന് മുമ്പുള്ള ആദ്യകാല പ്രവർത്തനങ്ങളും റിനൈസൻസും ഒക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു 1914-15 വരെയുള്ള കാലഘട്ടമാണ് ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്ത് പോണേ. പിന്നെ നമ്മൾ മോസ്റ്റ്ലി SCERT ടെക്സ്റ്റിലെ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് ഈ PDF ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ PSCന്റെ ക്വസ്റ്റ്യൻസ് കാണുമ്പം ഇതിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് അതേപടി, എന്താ പറയാ, ഒരു വ്യത്യാസം ഇല്ലാതെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി SCERT ടെക്സ്റ്റ് അതിൽ തന്നെ മാറ്റർ അങ്ങനെ ഫോളോ ചെയ്ത് പോവാന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ തന്നെ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇതിലെല്ലാ പോയിന്റ്സും പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജി അല്ലെ, ഇന്ത്യയുടെ വയോധികൻ. അപ്പൊ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ പുസ്തകം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. നമ്മൾ PYQs ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്രയും അധികം തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആരെഴുതിയതാണെന്നുള്ളത്. ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് ഡ്രെയിൻ തിയറി, ചോർച്ചാ സിദ്ധാന്തം. അതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങളും ദാദാഭായ് നവറോജിനെ പറ്റി ഓർത്തിരിക്കുക. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, അതുപോലെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം എഴുതി, പിന്നെ ഡ്രെയിൻ തിയറി. ഇത് 3ഉം അദ്ദേഹത്തിന്റെയാണ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അതുപോലെ ഇവിടെ പറയുന്നുണ്ട് ഇന്ത്യൻ ദേശീയത ശക്തമാക്കുന്നതിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്താണെന്ന്. അപ്പം ഇന്ത്യയിലെ ആ നേഷണലിസം അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ആയിട്ട് നിന്നത്, എന്തൊക്കെയാണ്? 1 സാമ്പത്തിക നയം, പിന്നെ 2 പാശ്ചാത്യ വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ലെ, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. അപ്പൊ അതിൽ സാമ്പത്തിക നയം എന്ന് പറയുമ്പോൾ നമ്മൾ 1857 കാര്യം പറഞ്ഞു നിർത്തിയപ്പോൾ എന്താണ് പറഞ്ഞത്? അതിന്റെ ഭാഗമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനീന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഇവിടെ നിന്ന് പോയി. പിന്നെ ആരാണ്? ക്രൗൺ ആണ് നേരിട്ട് ഭരിച്ചത്. ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു ഇന്ത്യ. അപ്പൊ ആ സമയത്ത് അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ അത്രയും നല്ല രീതിയിൽ എക്കണോമിക്കലി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ എന്താ പറയാ, ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അവരുടെ വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സോഴ്സ് ആയിട്ട് അവർ ഇന്ത്യനെ കണ്ടിരുന്നത്. അപ്പൊ ഇവിടെ നിന്ന് റോ മെറ്റീരിയൽസ് മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോവുക, അവിടെ മാനുഫാക്ചർ ചെയ്ത് ഗുഡ്സ് ഉണ്ടാക്കുക, അവിടെ ചരക്കുകളും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഗുഡ്സ് ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ഇവിടുത്തെ ആൾക്കാരെ കൊണ്ട് അത് മേടിപ്പിക്കുക. അപ്പൊ ഇവരുടെ സാധനങ്ങൾക്ക് വേണ്ട റോ മെറ്റീരിയൽസ് കിട്ടുന്ന ഒരു സോഴ്സ് ആയിട്ടും ഇവരുടെ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞ പ്രൊഡക്ട്സിന്റെ, ഉൽപ്പന്നങ്ങളുടെ ഒരു മാർക്കറ്റ് ആയിട്ടുമാണ് ഇന്ത്യയിലെ കണ്ടിരുന്നത്. അപ്പൊ അതിൽ നമുക്ക് എന്താ ലാഭം? നമുക്ക് ഒരു ലാഭവും ഇല്ല. നമ്മുടെ റിസോഴ്സസ് ഇങ്ങനെ ഇവിടുന്ന് ഡ്രെയിൻ ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. അപ്പൊ അതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇവിടെ. ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായും ബ്രിട്ടീഷ് ഉത്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായും ഇന്ത്യ മാറി. ഇനി അതുപോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനെ പറ്റി വിശദമായ പഠനം നടത്തിയത് ആരൊക്കെയാണ്? ദാദാഭായ് നവറോജി, RC ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ തുടങ്ങിയവരാണ്. ഇവർ തന്നെയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കൾ. അപ്പൊ ഈ പേരുകളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെ ഇവിടെ നമ്മൾ എക്കണോമിക്കലി എക്സ്പ്ലോയിറ്റ് ചെയ്തപ്പം ഗ്രാജുവലി എന്തുണ്ടായി? ഇവിടെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യമൊക്കെ ഒരുപാട് കൂടി. കർഷകരും കൈവേലക്കാരും അതുപോലെ തന്നെ ചെറുകിട കച്ചവടക്കാരും എല്ലാവരും എന്ത് ചെയ്തു? ദാരിദ്ര്യത്തിലേക്ക് തള്ളപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് വിരുദ്ധമായിട്ടുള്ള ഒരു വികാരം അവരുടെ ഉള്ളിലൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. ഇനി പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറയുകയാണെങ്കിലും ശരിക്കും ഈ ഇംഗ്ലീഷുകാര് ഇന്ത്യക്കാർക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള ഒരു സംഭവം തുടങ്ങിയത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ അവരോട് വിധേയത്വവും അനുഭാവവും പുലർത്തുന്ന ഒരു വിഭാഗം ഇന്ത്യക്കാരെ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ്. അതായത് അവർ പറയുന്നതൊക്കെ അനുസരിച്ച് അവരുടെ ഓഫീസ് വർക്കൊക്കെ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന, അതിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയണമല്ലോ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് ഇവര് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്. പക്ഷേ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർക്ക്
കുറച്ചും കൂടെ ലിബറൽ ആയിട്ടുള്ള വാല്യൂസിനെ പറ്റിയിട്ടൊക്കെ അറിവ് കിട്ടാൻ തുടങ്ങി അല്ലെ. ജനാധിപത്യം എന്താണ്, സ്വാതന്ത്ര്യം എന്താണ്, എന്താണ് ഡെമോക്രസി, അതുപോലെ ഇത് സോഷ്യലിസം, സ്ഥിതി സമത്വം, തുല്യനീതി, ഇതിനെ പറ്റിയൊക്കെ അവർക്ക് ബോധം വരാൻ തുടങ്ങി. അപ്പൊ നമ്മളിവിടെ കോളനൈസ് ചെയ്ത് നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതിൽ നിന്ന് നമ്മൾ പുറത്തു വരണം എന്നുള്ളൊരു ബോധം ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കിട്ടിയ ഇന്ത്യക്കാർക്ക് ഉണ്ടായി. അവരാണ് പിന്നീട് അങ്ങോട്ട് ബാക്കി എല്ലാവരെയും മൊബിലൈസ് ചെയ്ത് നമുക്ക് സംഘടിച്ച് ഈ വിദേശികളുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് പുറത്തു വരണം, അല്ലെങ്കിൽ ഇന്ത്യ ഒരു എന്താ പറയാ ഒരു ദേശം എന്നുള്ള രീതിയിൽ നമ്മൾ ഒന്നിച്ചു നിന്ന് ഒരു ദേശീയ ബോധം, ഐക്യം ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു ഐഡിയ ആണ് അവർക്ക് ഉണ്ടായി വന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആശയ കൈമാറ്റത്തിനുള്ള പൊതുഭാഷയായി ഇംഗ്ലീഷ് മാറി. നമ്മൾ ഈ സംഘടിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ ഒരു ദേശീയത വളർത്തുക എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇന്ത്യയുടെ അവസ്ഥ എന്താണ്, ഒരുപാട് കുഞ്ഞു കുഞ്ഞു നാട്ടുരാജ്യങ്ങളായിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ താഴെ ഇപ്പൊ നമ്മൾ മലയാളം സംസാരിക്കുന്നവരുണ്ട്, കർണാടകയിൽ കന്നഡ സംസാരിക്കുന്നവരുണ്ട്, പിന്നെ തമിഴ്നാട്ടിൽ തമിഴ് സംസാരിക്കുന്നവരുണ്ട്, ഹിന്ദി, ഉറുദു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഭാഷയായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് സംഘടിക്കാൻ വേണ്ടിയിട്ട് ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് മാറി. അപ്പൊ അവരുദ്ദേശിച്ച ലക്ഷ്യം പാശ്ചാത്യ വിദ്യാഭ്യാസം കൊണ്ട് നടന്നില്ലെങ്കിലും നമുക്കത് ബെനിഫിഷ്യൽ ആയിട്ട് മാറി. അപ്പൊ അത് ഇന്ത്യക്കാരെ ഒരു ദേശീയത വളർത്തുന്നതിന് സഹായിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ രണ്ട് ഫാക്ടേഴ്സും നമുക്ക് പറയാൻ പറ്റുക. സാമ്പത്തിക നയം എന്തുണ്ടാക്കി, ഒരു ബ്രിട്ടീഷ് വിരുദ്ധമായിട്ടുള്ള ഒരു വികാരം നമ്മളിൽ ഉണർത്തി. അത് നമ്മളെയൊക്കെ, നമ്മൾ ഇന്ത്യക്കാരാണെന്നുള്ള ഒരു ഐക്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ചു. കാരണം എന്താ വെച്ചാൽ അവര് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെയെങ്കിലും ഓടിക്കണം, നമുക്ക് നമ്മളൊരു രാഷ്ട്രം എന്നുള്ള രീതിയിൽ നിൽക്കണം. അതുപോലെ തന്നെ പാശ്ചാത്യ വിദ്യാഭ്യാസം എന്ത് ചെയ്തു, പല കോണിലുള്ള ഇന്ത്യക്കാരെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട് സഹായകമായി. ഇനി ആ സമയത്തെ സാഹിത്യവും പത്രങ്ങളും. അപ്പൊ അതിലെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാര്, ഇതില് ഇങ്ങനെ ഇയറോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവരുടെ പ്രധാന കൃതികളോ ഒന്നും SCERT കൊടുത്തിട്ടില്ല. പക്ഷെ പറ്റുകയാണെങ്കിൽ അതൊന്ന് വാസ്റ്റായിട്ട് വായിക്കാൻ പറ്റിയാൽ നന്നായിരിക്കും കേട്ടോ. അപ്പൊ അതില് ദേശീയ സാഹിത്യകാരന്മാര് പ്രധാനപ്പെട്ടവർ പറയുന്നുണ്ട്. ബംഗാളി ഭാഷയിലെ പ്രധാന സാഹിത്യകാരന്മാരായിരുന്നു ബങ്കിം ചന്ദ്ര ചാറ്റർജി, അതുപോലെ രവീന്ദ്രനാഥ് ടാഗോർ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം നമ്മൾ പഠിച്ചു അല്ലെ, വന്ദേ മാതരം സോങ്. അതുപോലെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ആണ് ഏത്, നമ്മുടെ ജനഗണമന. അപ്പൊ അത് രണ്ടും ഓർത്തിരിക്കുക. അസാമീസ് ഭാഷയിലെ സാഹിത്യകാരനായിരുന്നു ലക്ഷ്മിനാഥ് ബസ് ബറുവ. പിന്നെ മറാഠി ഭാഷയിലെ ദേശീയ സാഹിത്യകാരനായിരുന്നു വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ. തമിഴില് സുബ്രഹ്മണ്യ ഭാരതി. ഹിന്ദിയില് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, അതുപോലെ തന്നെ പ്രേംചന്ദ്. ഉറുദുവിലെ സാഹിത്യകാരനായിരുന്നു അൽതാഫ് ഹുസൈൻ ഹാലി. മലയാളത്തിലെ പ്രധാനപ്പെട്ട ദേശീയ സാഹിത്യകാരനായിരുന്നു വള്ളത്തോൾ നാരായണ മേനോൻ. എന്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കവിതയൊക്കെ ഉണ്ട് അല്ലെ, ഗാന്ധിജിയെ പറ്റി വാഴ്ത്തിപ്പാടുന്ന ഒരു കവിത. അപ്പം ഓർത്തിരിക്കുക ഇവരെയൊക്കെ. ഇനി പ്രധാനപ്പെട്ട പത്രങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നത്. അമൃത് ബാസാർ പത്രിക ബംഗാളി ഭാഷയിലാണ്. അതിന്റെ ഫൗണ്ടർ ശിശിർ കുമാർ ഘോഷാണ്. അത് ചില എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിന്റെ ഫൗണ്ടർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ അല്ലമീനും ചോദിച്ചിട്ടുണ്ട്. അല്ലമീൻ കേരള റിനൈസൻസ് എന്നുള്ള ഭാഗത്തു നിന്നാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത് ആരാണ് ഫൗണ്ടർ എന്നുള്ളത്. അപ്പൊ അത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. പിന്നെ പ്രധാനപ്പെട്ട പത്രങ്ങൾ ദ ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ, ഇംഗ്ലീഷ് പത്രങ്ങൾ, മാതൃഭൂമി മലയാളം തന്നെ. അപ്പൊ ഇത് ജസ്റ്റ് വായിച്ചു പോവുക. ഇതിൽ അമൃത് ബാസാർ പത്രികയും അല്ലമീന്റെ ഫൗണ്ടേഴ്സിനെ ഓർത്തിരിക്കാം. ഇനി ഈ ബ്രിട്ടീഷുകാർ ഈ വർത്തമാന പത്രങ്ങളിൽ ഇവർക്കെതിരെ നമ്മൾ ദേശീയത വളർത്തുന്നതിനും ഒക്കെ വേണ്ടി എഴുതുമ്പം ബ്രിട്ടീഷുകാർക്കെതിരെയാണല്ലോ കാര്യങ്ങൾ എഴുതി വിടുന്നത്. അപ്പോൾ ആ സംഭവം ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു എന്തുകൊണ്ടുവന്നു, ഒരു നിയമം കൊണ്ടുവന്നു. അതിനെയാണ് നാട്ടുഭാഷാ പത്ര നിയമം എന്ന് പറയാം. വെർണക്കുലർ പ്രസ് ആക്ട്. ഒരു സെൻസർഷിപ്പ് ഒക്കെ നമ്മൾ എമർജൻസി പീരീഡിൽ ഇപ്പം കണ്ടിട്ടുണ്ടല്ലോ, ഒരു സെൻസർഷിപ്പ് ഒക്കെ കൊണ്ടുവരും പ്രസിന്റെ മുകളിൽ. അതായത് ഗവൺമെന്റിനെതിരെ ആരും ഒന്നും എഴുതരുത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയും അങ്ങനെ ഒരു കാര്യമാണ് അവർ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്തത്. നാട്ടുഭാഷാ പത്ര നിയമം, വെർണക്കുലർ പ്രസ് ആക്ട്. ഇത് ആരാണ് നടപ്പിലാക്കിയത്? ലിട്ടൻ പ്രഭു 1878 ഇത് നടപ്പിലാക്കിയത്. അപ്പൊ ഇത് ഈ ഒരു ഫാക്ട് ഓർത്തിരിക്കുക. ലിട്ടൻ പ്രഭു ആണ് നടപ്പിലാക്കിയത് നാട്ടുഭാഷാ പത്ര നിയമം, വെർണക്കുലർ പ്രസ് ആക്ട് 1878. എന്നാൽ ഇന്ത്യക്കാരെന്താണ് ഇത്തരം നിയമങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് തന്നെ പ്രതിഷേധിക്കാനുണ്ടായത്. ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലും ഒരുപാട് പത്രങ്ങൾ ആ സമയത്ത് നിലവിൽ വന്നു. അപ്പൊ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്നുള്ളൊരു ചോദ്യം വന്നാല് രാജാറാം മോഹൻ റോയ് ആണ് ഉത്തരം. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളാണ് സമ്പദ് കൗമുദിയും മിറാത്തുൽ അക്ബറും. ഇത് റിപ്പീറ്റഡ് ആയിട്ട് പലതവണ ചോദിച്ചിട്ടുണ്ട്, പ്രധാനപ്പെട്ട ഏരിയയാണ്. അപ്പൊ ബംഗാളി ഭാഷയിലെ പത്രമാണ് സമ്പദ് കൗമുദി, പേർഷ്യനിലാണ് മിറാത്തുൽ അക്ബർ പബ്ലിഷ് ചെയ്തിരുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക കേട്ടോ. രാജാറാം മോഹൻ റോയ് ആണ് സമ്പദ് കൗമുദിയും മിറാത്തുൽ അക്ബറും പബ്ലിഷ് ചെയ്തിരുന്നത്. സമ്പദ് കൗമുദി ബംഗാളി ഭാഷ, അതുപോലെ മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷ. ഇനി സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടാണ് ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് രാജാറാം മോഹൻ റോയുടെ പരിഷ്കരണങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്.
അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റുകൾ ഓരോന്നും, ഈ സെന്റൻസസ് ഓരോന്നും വായിച്ചിരിക്കേണ്ടത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇത് ഏത് സാമൂഹിക പരിഷ്കർത്താവിനെ പറ്റിയിട്ടാണ് പറയുന്നത്, അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ഒന്ന് വായിച്ചു പോവാം. ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. 1772 ബംഗാളിൽ ജനിച്ച അദ്ദേഹത്തിന് ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്നു. ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്ന റോയിയെ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങൾ സ്വാധീനിച്ചിരുന്നു. ഈ കാര്യങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്കുവഹിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ സ്ഥാപിച്ചു. ബ്രഹ്മ സമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ശൈശവ വിവാഹം, ബഹുഭാര്യാത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ, എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഇൻഹെറിറ്റൻസ് അല്ലെ, പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. അതുപോലെ വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ ഇതൊക്കെ തന്നിട്ട് ഇത് ആരെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കിട്ടണം എന്ത് രാജാറാം മോഹൻ റോയിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. ഇനി അടുത്തത് ജ്യോതിറാവു ഫൂലെ. ഇതും ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതികളിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ജ്യോതിറാവു ഫൂലെ. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സത്യശോധക് സമാജം, എന്താണ് സത്യശോധക് സമാജം എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകി. വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടന ശ്രമങ്ങൾ നടത്തിയിരുന്നു. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. മഹാരാഷ്ട്രയിലെ ജനത ആദരസൂചകമായി അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവിത പങ്കാളിയായ സാവിത്രിഭായ് ഫൂലെയും ഒപ്പമുണ്ടായിരുന്നു. നിരവധി പള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് സാവിത്രിഭായിയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. അപ്പൊ മെയിൻലി ആരെയാണ് ഇവര് ഫോക്കസ് ചെയ്തിരുന്നത്? സ്ത്രീകള്, ദളിതര്, അതുപോലെ തന്നെ പെൺകുട്ടികൾ. അവർക്ക് വേണ്ടിയിട്ടുള്ള പാഠശാലകളൊക്കെ സ്ഥാപിക്കുക, അതുപോലെ വിധവാ വിവാഹം നടപ്പിലാക്കുക എന്നുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ജാതി ഓറിയന്റഡ് ആയിട്ടുള്ളവർക്ക് അല്ലെ, അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ടും ഇവര് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷൻ എന്തായിരുന്നു? സത്യശോധക് സമാജ് കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി പണ്ഡിത രമാഭായി. സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാഭായി. കർണാടക സ്വദേശിയായ രമാഭായി സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി. സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാബായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു. പണ്ഡിത രമാബായി ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനു വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ആര്യ മഹിളാ സമാജം, ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചത് പണ്ഡിത രമാബായി എന്ന സംഘടന സ്ഥാപിച്ചു. വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദനം എന്ന അഭയകേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു. 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അവർ പങ്കെടുത്തു. ഇതിലെയും ഓരോ സ്റ്റേറ്റ്മെന്റ്സും കൃത്യമായിട്ട് വായിച്ചു മനസ്സിലാക്കുക. പിന്നെ ആര്യ മഹിളാ സമാജം, ശാരദാ സദനം, അതുപോലെ മുക്തി മിഷൻ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പണ്ഡിത രമാബായിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇതില് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിന്റെ സ്ഥാപകരും, ഈ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോം മൂവ്മെന്റ്സും അതിന്റെ സ്ഥാപകരുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ SCERTയിലെ ടെക്സ്റ്റിലെ ടേബിൾ അങ്ങനെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ കൂടെ നിങ്ങൾ ഇതിന്റെ ഇയേഴ്സും കൂടെ ഒന്ന് നോക്കിപ്പോയാൽ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം ചിലപ്പം കാലഗണനാടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു വന്നാൽ ആ ഒരു ക്രൊണോളജി നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് പറ്റുവാണെങ്കിൽ ഇതിന്റെയൊക്കെ ഇയേഴ്സ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനി പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ് അതിന്റെ സ്ഥാപകൻ. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവറ്റ്സ്കി, അതുപോലെ തന്നെ കേണൽ ഒൽക്കോട്ട്. ഇതിൽ നമ്മൾ കുറെ പേരെങ്കിലും ആനി ബെസന്റ് ആണെന്ന് പറഞ്ഞ് തെറ്റിക്കാറുണ്ട്. പക്ഷെ ആനി ബെസന്റ് ഇവിടുത്തെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പ്രവർത്തകയായിരുന്നു. അതുപോലെ തിയോസഫിക്കൽ സൊസൈറ്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചെന്നൈയിലെ അടയാറായിരുന്നു. അതിന്റെ സ്ഥാപകർ ആരാന്ന് ചോദിച്ചാൽ ഇവരെ തന്നെയാണ് കേട്ടോ, മാഡം ബ്ലാവറ്റ്സ്കി, അതുപോലെ കേണൽ ഒൽക്കോട്ട്. ആനി ബെസന്റ് അല്ല, ആനി ബെസന്റ് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഇവിടുത്തെ പ്രവർത്തകയായിരുന്നു. ഇനി രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദയാണ്. ഹിതകരണി സമാജം വീരേശലിംഗം പന്തുലു. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. അതുപോലെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി അതുപോലെ ഈ ഒരു സമയത്തെ ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയായിരുന്നു, അതിന്റെ നേതാക്കൾ ആരായിരുന്നു?
പ്രവർത്തന കേന്ദ്രം എവിടെയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യൻ അസോസിയേഷൻ കൽക്കട്ടയിലാണ് അത് ഫോം ചെയ്തത്. സുരേന്ദ്രനാഥ ബാനർജി അതുപോലെ ആനന്ദ മോഹൻ ബോസ് തുടങ്ങിയവരായിരുന്നു അതിന്റെ പ്രധാന നേതാക്കൾ. ഈ സുരേന്ദ്രനാഥ ബാനർജിനെയാണ് രാഷ്ട്രഗുരു എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അതുപോലെ മദ്രാസ് മഹാജൻ സഭ, ഇത് ഒരു PYQ ആണ്, മുമ്പ് ചോദിച്ചിട്ടുണ്ട് മദ്രാസ് മഹാജൻ സഭയുടെ ഫൗണ്ടേഴ്സ് ആരൊക്കെയായിരുന്നു എന്ന്. M വീരരാഘവാചാരി, G സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു. ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ അതിന്റെ പ്രവർത്തന കേന്ദ്രം എവിടെയായിരുന്നു? മദ്രാസിൽ തന്നെ. ഈ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ബോംബെയിലായിരുന്നു പ്രവർത്തന കേന്ദ്രം. ഫിറോസ് ഷാ മേത്ത, KT തെലാങ്, ബദ്രുദ്ദീൻ ത്യാബ്ജി. ബദ്രുദ്ദീൻ ത്യാബ്ജിയും ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 3ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റും ആയിരുന്നു. ആര്? ബദ്രുദ്ദീൻ ത്യാബ്ജി. ഇനി ഈ ഒരു സംഘടനകളുടെ ഒക്കെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതൊരു ഓൾ ഇന്ത്യ ഫോർമാറ്റിലല്ല, അല്ലെങ്കിൽ ഒരു ഓൾ ഇന്ത്യ ലെവലില് പ്രവർത്തിച്ചിരുന്നില്ല. ഇതിനൊന്നും ഒരു അഖിലേന്ത്യാ സ്വഭാവം ഉണ്ടായിരുന്നില്ല. കൂടാതെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും താഴെക്കിടയിലുള്ള ജനങ്ങളെയൊന്നും ഇവർക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ധനികരുടെയും മധ്യവർഗത്തിന്റെയും നേതൃത്വത്തിലുള്ള സംഘടനകളായിട്ടാണ് ഇത് നിലനിന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇൻക്ലൂസിവിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സംഭവം വരുന്നത്. എന്ത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC എന്ന് പറയുന്ന ഒരു അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുകയാണ്. അപ്പൊ അതിന്റെ ഒരു കുറച്ച് ബേസിക് ഫാക്ട്സ് ആണ് ഈ ഒരു പെട്ടികളിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. 1885 ഡിസംബർ 28 എന്നാണ് ഫോം ചെയ്യുന്നത്. 1885 ഡിസംബർ 28 പകൽ 12 മണിയൊന്നും നമ്മൾ ഓർത്തിരിക്കണമെന്നില്ല, ഇത് ഓർത്തിരുന്നാൽ മതി. 1888 ഡിസംബർ 28 എവിടെ വെച്ചാണ്? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിൽ എത്ര പേര് ഒന്നു ചേർന്നു? 72 പേരാണ് യോഗത്തിന് ഒത്തുകൂടിയത്. അപ്പം 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്, ഇത് ഓർത്തിരിക്കാട്ടോ, ചോദിച്ചിട്ടുണ്ട്. 72 പേര് പങ്കെടുത്തു. ഇനി ആരായിരുന്നു സംഘാടകൻ? അലൻ ഒക്ടേവിയൻ ഹ്യൂം, AO ഹ്യൂം എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനായിരുന്നു INCയുടെ ആദ്യ സംഘാടകൻ. അതുപോലെ തന്നെ ആദ്യത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് WC ബാനർജി. അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? WC ബാനർജി. ഇത്രയും ഫാക്ട്സ് ഓർത്തിരിക്കുക. ഇനി ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഇങ്ങനെ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുക എന്നുള്ളതിന്റെ പ്രധാന ലക്ഷ്യം വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ പൊതു അഭിപ്രായം രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു പ്രധാന ലക്ഷ്യം. ഇനി അതുകൂടാതെ അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കുറച്ചുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക, ജാതിയുടെയോ മതത്തിന്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക, പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക, രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക, അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. അപ്പൊ എന്താണ്? പൊതുവായിട്ട് ഇന്ത്യ ആസ് എ യൂണിയൻ അല്ലെ, നമ്മൾ പല നാട്ടുരാജ്യങ്ങളായിട്ട് ചെതറിക്കിടക്കുന്ന നമ്മളെല്ലാവരും സംഘടിച്ച് ഒരുമിച്ച് നമ്മുടെ പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ, ആവശ്യങ്ങൾ അതൊക്കെ വളർത്തിയെടുക്കുകയും അതൊക്കെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുൻപോട്ട് വെക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. അതുപോലെ തന്നെ ഈ അഖിലേന്ത്യാ മത്സര പരീക്ഷകളുടെ കാര്യം പറയുകയാണെങ്കിൽ ആ സമയത്തും ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടി ICS എക്സാംസ് ഒക്കെ നടത്തിയിരുന്നു. പക്ഷെ ഇന്ത്യക്കാർക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ? എവിടെയാ? ലണ്ടനിലൊക്കെയാണ് അതിന്റെ സെന്റർ. നമ്മൾ ഇവിടുന്ന് കപ്പൽ കയറി ട്രെയിനിങ് ഒക്കെ എടുത്ത് അവിടെ പോയി പരീക്ഷ എഴുതി വരിക എന്നൊക്കെ പറയുന്നത് അത്ര അഫോർഡബിൾ അല്ല. ഒരു ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാർക്കും ആ പരീക്ഷ എഴുതാൻ പറ്റുന്നൊരു സാമൂഹിക അവസ്ഥയല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലും ഈ ICSലേക്ക് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ഇത്തരം എക്സാമുകളുടെ സെന്ററുകൾ, കേന്ദ്രങ്ങൾ ഇന്ത്യയിലും അനുവദിക്കുക എന്നുള്ളതും അവരുടെ ഒരു ലക്ഷ്യത്തിൽ പെട്ടതാണ്. ഇനി എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിരുന്നു. അപ്പൊ എല്ലാ വർഷവും ആനുവലി ആണ് ഈ കോൺഗ്രസ് സെഷൻ നടക്കുക. അപ്പം എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഒരു ആനുവൽ സെഷൻ നടക്കും. ഇനി അതല്ലാതെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് സമ്മേളനം ഒന്ന് നമ്മൾ കൂടിയിരുന്ന് ആലോചിക്കേണ്ട, അത്രയും പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ കൂടിയിരുന്ന് ആലോചിക്കേണ്ട ഒരു വിഷയം ഉണ്ട് എന്ന് തോന്നുവാണെങ്കിൽ ഇവർ സ്പെഷ്യൽ സെഷൻസ് കണ്ടക്ട് ചെയ്യും. അപ്പൊ അതിന് സ്പെഷ്യൽ സെഷൻ എന്ന് പറയും. അല്ലാത്ത ആനുവൽ സെഷൻസ് ഒക്കെ എല്ലാ വർഷവും ഡിസംബർ മാസത്തിലാണ് നടന്നിരുന്നത്. ഇനി ആ സമയത്ത് പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയായിരുന്നു? ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ് ബാനർജി, ഫിറോസ് ഷാ മേത്ത, ബദ്രുദ്ദീൻ ത്യാബ്ജി, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ ഗോപാലകൃഷ്ണ ഗോഖലെ, ബാൽ ഗംഗാധർ തിലക്, P ആനന്ദ ചാർലു, RC ദത്ത്, ആനന്ദ മോഹൻ ബോസ് എന്നിവരായിരുന്നു. ഇനി ഇതിൽ തന്നെ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ്, ഒരുപാട് റിപ്പീറ്റഡ് ചോദ്യം വന്നിട്ടുള്ളതാണ്, സർ C ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയായിരുന്നു ആര്? C ശങ്കരൻ നായർ. അദ്ദേഹം ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് അധ്യക്ഷനായത്? 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് അദ്ദേഹം
അധ്യക്ഷ പദവി അലങ്കരിച്ചത്. അപ്പൊ ഇത് ഓർത്തിരിക്കുക, ഒരുപാട് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരുപാട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി ഈ ഒരു സമയത്ത് ഇവരൊക്കെ ഇങ്ങനെ എന്താ പറയാ സംഘടിച്ച് ഒരു ദേശീയ പ്രസ്ഥാനം വളർത്തിയെടുക്കുന്ന തിരക്കിലാണ്. ഈ ഒരു സമയത്ത് എന്താ ബ്രിട്ടീഷുകാർക്ക് ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു അടി കൊടുക്കണം, അല്ലെ, ഇതിനൊന്ന് ദുർബലപ്പെടുത്തണം, അല്ലെങ്കിൽ നമുക്കെതിരെ ഇവരെല്ലാരും കൂടെ സംഘടിച്ച് വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു തലവേദനയായി പോകും. അപ്പൊ അതിനു വേണ്ടി അവർ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമായിരുന്നു എന്ത്, ബംഗാൾ വിഭജനം. കാരണം ഈ ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സെന്റർ എന്ന് പറയുന്നത് ബംഗാളായിരുന്നു. ലിറ്ററേച്ചർ വൈസ് ആണെങ്കിലും, ഇങ്ങനെ ഒരുപാട് പത്രപ്രവർത്തനം നടത്തുന്നതാണെങ്കിലും, അല്ലെങ്കിൽ ഒരുപാട് സാമൂഹിക പരിഷ്കർത്താക്കൾ ഉയർന്നു വരുന്നതാണെങ്കിലും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ബംഗാൾ. അപ്പൊ ആ ബംഗാള് ഇത്രയും ശക്തി കേന്ദ്രമായിട്ട് നിൽക്കുമ്പം അതിനെ രണ്ടായിട്ട് വിഭജിച്ചാൽ തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അവരെ മാനേജ് ചെയ്യാൻ പറ്റും എന്ന് ബ്രിട്ടീഷുകാർക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അവരെ നമുക്ക് വലിയൊരു സ്ഥലം ആയതുകൊണ്ട് അവിടെ ഭരിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ബംഗാളിനെ അങ്ങോട്ട് വിഭജിക്കുകയാണ് രണ്ടായിട്ട്. അപ്പൊ നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായ ഭരണ നിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നുമാണ് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു വാദിച്ചത്. അപ്പൊ ആരായിരുന്നു, കഴ്സൺ പ്രഭു ആയിരുന്നു കേട്ടോ ബംഗാൾ വിഭജന കാലത്തെ വൈസ്രോയി കഴ്സൺ പ്രഭു. കഴ്സന്റെ കാലഘട്ടത്തിലാണ് ബംഗാൾ വിഭജനം നടക്കുന്നത്. അങ്ങനെ ബംഗാളിനെ രണ്ടാക്കി എന്താക്കി, കിഴക്കൻ ബംഗാള് അതുപോലെ പടിഞ്ഞാറൻ ബംഗാൾ എങ്ങനെയായിട്ട് വിഭജിച്ചു. അതിൽ കിഴക്കൻ ബംഗാള് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും ഇന്നത്തെ ബംഗ്ലാദേശ് കേട്ടോ. അതുപോലെ പടിഞ്ഞാറൻ ബംഗാള് നമ്മുടെ ഇന്ത്യയിലുള്ള വെസ്റ്റ് ബംഗാള് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു. ഇനി ഈ ഒരു ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്നാണ്, 1905 ഒക്ടോബർ 16. ആ ഡേറ്റും കൂടെ ഓർത്തിരിക്കുക, 1905 ഒക്ടോബർ 16. ആരായിരുന്നു വൈസ്രോയി, കഴ്സൺ പ്രഭു. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ആ ഒരു സമയത്ത് ഈ ഒരു ബംഗാൾ വിഭജനം വലിയൊരു പ്രക്ഷോഭത്തിലേക്കാണ് വഴിവെച്ചത്. ബംഗാളിലുടനീളം ദുഃഖാചരണം നടന്നു. അതുപോലെ തന്നെ കൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു. രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചു. അപ്പൊ അമർ സോണാർ ബംഗ്ല ആരാണ് എഴുതിയത്, രവീന്ദ്രനാഥ ടാഗോർ കേട്ടോ. ഇനി ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായി മാറി. ഇത് സ്വദേശി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നു. അപ്പൊ സ്വദേശി പ്രസ്ഥാനത്തിന് വഴിവെച്ചത്, ശരിക്കും പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അതിന് കാരണമായത് ഈ പറയുന്ന ബംഗാൾ വിഭജനമാണ്. സ്വദേശി പ്രസ്ഥാനം വന്നപ്പം എന്തുണ്ടായെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ദേശീയ പ്രസ്ഥാനം ഉണ്ടല്ലോ, നമ്മളൊരു നാഷണൽ മൂവ്മെന്റ് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് കുറച്ചും കൂടെ സ്ട്രെങ്ത് കിട്ടി. കാരണം ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായ ഒരു കുതിച്ചുചാട്ടമാണ് സ്വദേശി പ്രസ്ഥാനത്തോടു കൂടി ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്, ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന സമരരീതി. സ്വാശ്രയത്വം അല്ലെങ്കിൽ സ്വാശ്രയം, സെൽഫ് സഫീഷ്യന്റ് ആയിട്ട് നമ്മൾ ഇനി ബ്രിട്ടീഷുകാരുടെ സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ ബ്രിട്ടീഷുകാരുടെ സ്കൂളുകളോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒന്നും നമ്മളിനി ഉപയോഗിക്കില്ല, അവരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് മാറിയായിരുന്നു. അപ്പൊ സ്വാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയം. സ്വദേശി വ്യവസായങ്ങളും മറ്റു സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയുമായിരുന്നു സ്വദേശി സമരത്തിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി നിരവധി തുണിമില്ലുകൾ, സോപ്പ് നിർമ്മാണശാലകൾ, തീപ്പെട്ടി ഫാക്ടറികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ സ്ഥാപിച്ചു. ആചാര്യ PC റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ, രവീന്ദ്രനാഥ് ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ, വി ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, ഇത് PYQ ആണ്, ചോദിച്ചിട്ടുണ്ട്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരാണ് ആരംഭിച്ചതെന്ന്, അപ്പൊ വി ചിദംബരം പിള്ളെ. അതുപോലെ ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവയും സ്വദേശി സമരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ടവയാണ്. അപ്പൊ ഈ ഫാക്ടറികളൊക്കെ ഒന്ന് വായിച്ചിരിക്കുക, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അല്ലാണ്ടോ ചോദിക്കാം. ഇനി സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളായി. അപ്പൊ ആദ്യമായി എന്നുള്ള ടേമും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ഒക്കെ കൂടുതലായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് പ്രസ്ഥാനങ്ങളുടെ കാര്യം. അപ്പൊ അവിടെ എന്താ പറഞ്ഞത്, ഈ നേതൃത്വം കുറച്ച് പ്രിവിലേജ് ആയിട്ടുള്ള ആൾക്കാരാണ് നേതൃനിരയിൽ ഉണ്ടായിരുന്നത്, അവരുടെ കീഴിലാണ് ആ ഒരു പ്രവർത്തനങ്ങളും സംഘടനയൊക്കെ നടന്നു പോയിരുന്നത്. പക്ഷെ സ്വദേശി വന്നപ്പം കുറച്ചും കൂടെ സാധാരണക്കാരായ ജനങ്ങള്, സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും എല്ലാവരും ഇതിൽ പങ്കെടുക്കാൻ തുടങ്ങി. ശരിക്കും ഇവിടുത്തെ എല്ലാ മനുഷ്യരും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലേക്ക് ദേശീയ പ്രസ്ഥാനം വളർന്നത് ഈ ഒരു സ്വദേശി പ്രസ്ഥാനത്തിനെ പിൻപറ്റിക്കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ എല്ലാ മേഖലയിലേക്കും ഇതിന്റെ ഒരു സ്വാധീനം വളർന്നിട്ടുണ്ട്. സാംസ്കാരികം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം, അങ്ങനെ എല്ലാ മേഖലയിലേക്കും ഈ ഒരു സ്വദേശി പ്രസ്ഥാനം വളർന്നു. പിന്നെ ഇവിടെ സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു. അതാണ് മെയിൻ കാര്യം. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാം അല്ലെ, ഇപ്പം സ്ത്രീകളും പെൺകുട്ടികളും ഒന്നും സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നില്ല, അങ്ങനെ തരാം. സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ നല്ലപോലെ വായിച്ച് അറിഞ്ഞിരിക്കാം. ഇനി
സ്വദേശി പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമായി ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഘടനയായിരുന്നു അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതി. ആരാണ്? അശ്വിനി കുമാർ ദത്തിന്റെ സ്വദേശി ബാന്ധവ് സമിതി. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വിചാരിച്ചാൽ, സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റും മൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. ലക്ഷ്യങ്ങൾ ഓർത്തില്ലെങ്കിലും ഇത് ഓർക്കുക കേട്ടോ. അശ്വിനി കുമാർ ദത്തിന്റെ അദ്ദേഹം രൂപീകരിച്ച സമിതിയാണ് എന്ത്? സ്വദേശി ബാന്ധവ് സമിതി. അങ്ങനെ നമ്മുടെ സ്വദേശി പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒക്കെ നല്ല തകൃതിയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? നമ്മളായിട്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് ഇടങ്കോലിടാനുള്ള നല്ലൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മൾ ഒരു സ്പ്ലിറ്റിലേക്ക് പോവുകയാണ്. നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ മിതവാദികൾ, മോഡറേറ്റ്സ് എന്നും തീവ്രവാദികൾ, എക്സ്ട്രീമിസ്റ്റുകൾ എന്നും പറയുന്ന തീവ്ര ദേശീയവാദികൾ കേട്ടോ, എക്സ്ട്രീമിസ്റ്റുകൾ എന്നും പറയുന്ന രണ്ട് വിഭാഗമായിട്ട് നമ്മൾ ചേരിതിരിയാണ്. അപ്പൊ ഈ മിതവാദികൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സമാധാനപ്രിയരാണ്. അവർ ബ്രിട്ടീഷുകാർക്കെതിരെ അങ്ങനെ വലിയ പ്രത്യക്ഷമായിട്ടുള്ള സമരത്തിനൊന്നും പോയിരുന്നില്ല. കുറച്ചും കൂടെ ഇങ്ങനെ കുറച്ച് യോഗം വിളിച്ചു കൂട്ടുക, അതുപോലെ പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ അവതരിപ്പിക്കുക, നെഗോസിയേഷൻസ്, ചർച്ചകൾ വഴി നമുക്ക് പരിഹാരം കണ്ടെത്താം എന്ന് പറയാം. അങ്ങനെ ഭയങ്കര സമാധാനപ്രിയരായിട്ടാണ്. സമാധാനം എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ ഭയങ്കരമായിട്ട് നമ്മളങ്ങോട്ട് എന്താ പറയുക, അക്രമത്തിലേക്ക് പോകണ്ട, നമുക്ക് പറഞ്ഞ് സെറ്റപ്പ് ആക്കാം, അല്ലെങ്കിൽ രക്തരൂക്ഷിതമായിട്ടുള്ളൊരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കേണ്ട എന്നുള്ള രീതിയിൽ പോകുന്ന ആളുകളായിരുന്നു. അപ്പം അവർ ഈ പറഞ്ഞ പോലെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. പക്ഷേ തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ ഇതിനോടൊക്കെ വലിയ എതിർപ്പായിരുന്നു. ഇങ്ങനെയൊന്നും പോയിട്ട് കാര്യമില്ല, ഇങ്ങനെയൊന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം ഈ അടുത്തൊന്നും കിട്ടാനേ പോണില്ല. നമ്മൾ എന്ത് ചെയ്യണം? ശക്തമായിട്ട് അവരെ എതിർക്കണം. നമ്മൾ എന്ത് ചെയ്യണം? വിപ്ലവകരമായിട്ടുള്ള രീതികളിൽ പുറത്തിറങ്ങി അവർക്കെതിരെ പ്രക്ഷോഭങ്ങളും പ്രത്യക്ഷമായിട്ട് സമരം ചെയ്യലും അവരെ വെല്ലുവിളിക്കലും ഒക്കെ വേണം. അവർക്കെതിരെ നല്ല രീതിയിൽ നമ്മൾ എന്താ പറയുക, ഭയങ്കര ആക്റ്റീവായിട്ടും അതുപോലെ തന്നെ എക്സ്ട്രീം ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ വയലന്റ് ആയിട്ടാണെങ്കിൽ വയലൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരെ എതിർക്കണം എന്ന് പറയാം. ശക്തരായിട്ട് നമ്മൾ അവരെ എതിർക്കണം എന്ന് പറയാം. അപ്പൊ ആ ഒരു ടീമുമായിട്ടാണ് നമ്മൾ മാറിയത്. അപ്പൊ ഇതിൽ മിതവാദികളുടെ ലീഡേഴ്സ് ആരായിരുന്നു? ഫിറോസ് ഷാ മേത്ത, അതുപോലെ ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി തുടങ്ങിയവരായിരുന്നു മിതവാദികളുടെ ലീഡേഴ്സ്. എക്സ്ട്രീമിസ്റ്റുകളുടെ ബാൽ ഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാല്, ലാലാ ലജ്പത് റായ്, ഇവരെ തന്നെ നമ്മൾ ലാൽ ബാൽ പാൽ എന്നാണ് അറിയപ്പെടുക. ലാൽ ബാൽ പാൽ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത് കേട്ടോ, അത് ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെ ഇവരെന്ത് ചെയ്തു? രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി. അപ്പൊ ഈ ഒരു സമയത്ത് ഇതിനെ നമ്മൾ സൂററ്റ് സ്പ്ലിറ്റ് എന്നാണ് അറിയപ്പെടുക. 1907 സൂററ്റിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇവർ തമ്മിലുള്ള ഈ ഒരു അഭിപ്രായ വ്യത്യാസം ഭയങ്കരമായിട്ട് കനക്കുന്നതും. അങ്ങനെ ഇവര് രണ്ടായിട്ട് നമ്മൾ പിണങ്ങി പോവാന്നുള്ള രീതിയിൽ എക്സ്ട്രീമിസ്റ്റുകൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ സ്പ്ലിറ്റായി. അപ്പം എന്തുണ്ടായെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ ഈ ഒരു സംഭവം എടുത്തുകൊണ്ട്, അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തുകൊണ്ട് അവരെന്ത് ചെയ്തു? മോഡറേറ്റ്സ് വലിയ ശല്യമൊന്നുമില്ലല്ലോ, അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് പ്രീണനം നടത്തി നമ്മുടെ സൈഡിൽ നിർത്താം, കുഴപ്പമില്ല. മിതവാദികളെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്കാം, അവരെ കൊണ്ട് വലിയ ശല്യമില്ല. പക്ഷെ ഈ തീവ്രവാദികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ തീവ്രദേശീയവാദികളായിട്ടുള്ള ആളുകൾ, അവരെ കൊണ്ട് വലിയ തലവേദനയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം? ഇവരെല്ലാവരും പിടിച്ച് ജയിലിലിടാം, കുറെ പേരെ നാടും കടത്താം. അങ്ങനെയുള്ള ഒരു സംഭവമായിരുന്നു. അപ്പം അവർ ഓൾറെഡി ഈ പറഞ്ഞ പോലെ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള പോളിസി ആയിരുന്നു, ഭിന്നിപ്പിച്ച് ഭരിക്കുക. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ കണ്ടത് എവിടെ? നമ്മുടെ ബംഗാളിനെ വിഭജിച്ചപ്പോൾ. അപ്പൊ അതുപോലെ തന്നെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളൊരു നയം അവർക്ക് ഇവിടെ കുറച്ചും കൂടെ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാൻ പറ്റി. ഇവരെന്ത് ചെയ്തു? തീവ്ര ദേശീയവാദികളായിട്ടുള്ള ആൾക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ എടുക്കുക. അതുപോലെ തന്നെ കുറെ പേരെ, ബാൽ ഗംഗാധർ തിലക് ഉൾപ്പെടെ കുറെ പേരെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. മറ്റു കുറെ പേരെ നാട് കടത്തി. അങ്ങനെ ഇവരെ കൊണ്ടുള്ള ശല്യമൊക്കെ തൽക്കാലത്തേക്ക് സപ്രസ് ചെയ്തു. അവരെങ്ങനെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. അപ്പൊ ഈ ഒരു സമയത്ത് കുറച്ച് ജനരോഷമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരെ തണുപ്പിക്കാനും കോൺഗ്രസിലെ മിതവാദികളെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ആ സമയത്ത് ആരായിരുന്നു വൈസ്രോയ്? മിന്റോ പ്രഭു ആയിരുന്നു അല്ലെ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ എന്താണ്, ഇന്ത്യക്കാർക്ക് കുറച്ച് ഫ്രീഡം ഒക്കെ കൊടുക്കുന്ന ഒരു മോഡേൺ ഗവൺമെന്റ് ആണ് എന്റേത് എന്നുള്ള രീതിയിൽ പുള്ളി ഒരു മിന്റോ മോർലി റിഫോം പുറത്തിറക്കി 1909. അപ്പൊ 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്നും കൂടെ അതിന് പേരുണ്ട്. അപ്പൊ ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്ന് അറിയപ്പെടുന്നത് 1909 മിന്റോ മോർലി പരിഷ്കാരങ്ങളെയാണ്. അപ്പൊ ആ പരിഷ്കാരങ്ങളിൽ ശരിയാണ്, ഇവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്താണ് അതിലെ പ്രധാന വ്യവസ്ഥയായിട്ട് വന്നത്? ഒന്ന്, മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക. അപ്പൊ മുസ്ലിംസിന് സ്പെഷ്യൽ ഇലക്ടറേറ്റ്സ് കൊടുത്തു. അതുപോലെ നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക. അപ്പൊ ഈ നിയമനിർമ്മാണ സഭ കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്തപ്പം അതിനനുസരിച്ച് അതിലെ മെമ്പേഴ്സിന്റെ നമ്പറും കൂടി. അതുപോലെ ഇന്ത്യക്കാർക്ക് അതിൽ ഇൻക്ലൂഷനും കൊടുത്തു. ഇന്ത്യക്കാരെയും അതിലേക്ക് കുറച്ചു പേരെ ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് എടുക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഈ വൈസ്രോയിയുടെ കൗൺസിലെ മെമ്പറായിട്ട് വരുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് SP സിൻഹ, സത്യേന്ദ്ര പ്രസന്ന സിൻഹ എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ കേട്ടോ. അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, ചോദിക്കാൻ സാധ്യതയില്ല. 10th പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയില്ല, എന്നാലും അറിഞ്ഞിരിക്കാം.
അങ്ങനെ മിന്റോ മോർലി റിഫോംസ് വന്നു. പിന്നെ ലാൽ ബാൽ പാൽ നമ്മൾ പറഞ്ഞതാണല്ലോ. പിന്നെ ഈ സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് കൊടുത്തു. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 1906 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായത്, സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമാവുന്നത്. അപ്പോൾ ആഘാ ഖാന്റെ നേതൃത്വത്തിൽ കുറച്ച് മുസ്ലിം പ്രതിനിധി സംഘം കുറച്ച് പേര് കൂടിയിട്ട് ആ സമയത്ത് മിന്റോ പ്രഭുവിനെ കാണാൻ വേണ്ടിയിട്ട് സിംലയിൽ പോയിരുന്നു. അവിടെ വെച്ചിട്ട് ഇവര് കുറച്ച് ആവശ്യങ്ങൾ മിന്റോ പ്രഭുവിന്റെ അടുത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സർക്കാരിന്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു. എന്തുകൊണ്ടാ മോനെ, മനസ്സിൽ ലഡുപൊട്ടിയ സാധനമാണ്. കാരണം എന്താണെന്നറിയോ, നമ്മളെ ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള വേറൊരു അവസരം കൂടിയല്ലേ. സമുദായത്തിന്റെ പേരില് നമ്മളെ ഹിന്ദു മുസ്ലിം എന്നുള്ള ഒരു ഡിവൈഡ് കൊണ്ടുവരാൻ ഇവർക്ക് എളുപ്പമായില്ലേ, പ്രത്യേകിച്ച് ഇങ്ങോട്ട് വന്ന് ചോദിച്ച സ്ഥിതിക്ക്. അപ്പോൾ എന്തായാലും പോസിറ്റീവായിട്ടല്ലേ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അങ്ങനെ അവര് ആവശ്യങ്ങളോട് അനുകൂലമായിട്ട് പ്രതികരിച്ചു. ഇത് മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രചോദനമാവുകയും 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമാവുകയും ചെയ്തു. അപ്പൊ ഈ വർഷം ഓർത്തിരിക്കാട്ടോ. അങ്ങനെ അതും കഴിഞ്ഞു. അപ്പൊ ഇതിന്റെയും കൂടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് 1909 മിന്റോ മോർലി റിഫോംസിൽ ഇവർക്ക് സ്പെഷ്യൽ ഇലക്ട്രേറ്റ് കൊടുക്കുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഹോം റൂൾ ലീഗ്. അപ്പൊ ഹോം റൂൾ ലീഗ് ഇങ്ങനെ വരുന്നത് 1-ാം ലോക മഹായുദ്ധത്തിന്റെ കാലത്താണ്. കാരണം കുറച്ച് എക്സ്ട്രീം ലീഡേഴ്സിനെ കുറച്ചു കാലം മുമ്പ് ജയിലിൽ അടക്കിയ നാടുകടത്തൊക്കെ ചെയ്തിരുന്നല്ലോ. അപ്പൊ അതിൽ ജയിലിൽ പോയ കുറെ പേരൊക്കെ തിരിച്ചു വന്ന് അവരൊക്കെ ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ 1-ാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ബ്രിട്ടന്റെ കോൺസെൻട്രേഷൻ കുറച്ചും കൂടെ അതിലായിരുന്നു. ഇവരുടെ റിസോഴ്സസ് ആണെങ്കിലും എല്ലാം കൂടുതൽ അവർ അതിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ആ ഒരു സമയത്ത് പറ്റിയൊരു ടൈമാണെന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഇവരെ എതിർക്കാനും നമുക്ക് ഇവിടെ കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനും പറ്റുന്ന ഒരു സമയമാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹോം റൂൾ ലീഗ് അതിന് മെയിൻലി നേതൃത്വം നൽകിയത് ആനി ബസന്റും ബാൽ ഗംഗാധര തിലകുമായിരുന്നു കേട്ടോ. ബാൽ ഗംഗാധര തിലക് നേരത്തെ ജയിലിൽ പോയി ഇപ്പൊ തിരിച്ചു വന്നു. അപ്പൊ ആനി ബസന്റും ബാൽ ഗംഗാധര തിലകുമായിരുന്നു ഹോം റൂൾ ലീഗിന്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടി. ഹോം റൂൾ അഥവാ സ്വയം ഭരണമായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം. എന്താണ് ലക്ഷ്യം? സ്വയം ഭരണം. അതുപോലെ ഹോം റൂൾ ലീഗിന്റെ പ്രചാരണത്തിനായി ആനി ബസന്റും ബാലഗംഗാധര തിലകും രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും ഇതിന്റെ ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു. അതുപോലെ സൗത്ത് ഇന്ത്യയിൽ മഹാരാഷ്ട്രയിൽ നിന്ന് അങ്ങോട്ട് സൗത്ത് ഇന്ത്യയിലും ഒരുപാട് സ്ഥലത്ത് ഹോം റൂൾ ലീഗിന്റെ ശാഖകൾ ഇവർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഹോം റൂൾ ലീഗ് നിന്നിരുന്നത്, സൗത്ത് ഇന്ത്യയിലേക്കും കൂടെ പെനട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെന്റ് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പിന്നീട് ജയിൽ മോചിതയായ അവർ 1917 കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. ഇത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, റിപ്പീറ്റഡ് ചോദിച്ചിട്ടുണ്ട്. ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിത ആനി ബസന്റ്. അതുപോലെ ഹോം റൂൾ ലീഗിന്റെ നേതാക്കൾ ആരൊക്കെയാണ്? ആനി ബസന്റും ബാൽ ഗംഗാധര തിലകും എന്ന് ഓർത്തിരിക്കുക. ഇനി ഈ ഒരു സമയത്ത് വന്നിരുന്ന വിപ്ലവ സംഘടനകൾ എന്ന് പറയുമ്പോൾ എക്സ്ട്രീമിസ്റ്റുകളിൽ പെട്ട ആളുകൾ തന്നെ, പക്ഷെ കുറച്ചും കൂടെ യങ് ബ്ലഡഡ് ആയിട്ട് നമ്മൾ പറയില്ല, ഇങ്ങനെ രക്തം തിളച്ചു നിൽക്കുന്ന കുറച്ച് ആൾക്കാർ, അവര് ഭയങ്കര സായുധമായിട്ടുള്ള വിപ്ലവം തന്നെ നടത്താം. അതായത് ബോംബേറും കത്തിക്കുത്തും പരിപാടികളും വെടിവെപ്പും അങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് പോവാന്നുള്ള രീതിയിൽ പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവര് സ്ഥാപിച്ച കുറച്ച് സംഘടനകളുണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് അനുശീലൻ സമിതി. ബംഗാളിലായിരുന്നു അതിന്റെ മെയിൻ കേന്ദ്രം. സച്ചീന്ദ്രനാഥ് സന്യാലും അരബിന്ദോ ഘോഷും ആയിരുന്നു നേതാക്കള്. ഇനി ഭാരത് മാതാ അസോസിയേഷൻ മദ്രാസ് ആയിരുന്നു സ്ഥലം. നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ് ഇവര് 3 പേരുമായിരുന്നു അതിന്റെ നേതാക്കള്. ഇനി യുഗാന്തർ പാർട്ടി ബംഗാളിലായിരുന്നു. രാജ് ബിഹാരി ബോസും ഖുദിറാം ബോസും ആയിരുന്നു കേട്ടോ. ഇനി ഗദ്ദർ പാർട്ടി എന്ന് പറഞ്ഞാൽ അമേരിക്കയിലാണ് അതിന്റെ കേന്ദ്രം. അതായത് അമേരിക്കയിലുള്ള ഇന്ത്യൻസും അതുപോലെ തന്നെ ഇവിടെ നിന്ന് നാട് കടത്തപ്പെട്ടു പോയ കുറെ ഇന്ത്യക്കാരുണ്ടല്ലോ, അവരെല്ലാരും കൂടെ സമ്മേളിച്ച് അവിടെ ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുവന്ന ഒരു പാർട്ടിയാണ് ഖദ്ദർ പാർട്ടി. അപ്പൊ ലാലാ ഹർദയാലായിരുന്നു അതിന്റെ നേതാവ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാല് 1916 കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടന്നത് ലക്നൌവിലാണ്. അപ്പൊ ഐക്യത്തിന്റെ ലക്നൌ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നേരത്തെ നമ്മൾ സ്പ്ലിറ്റ് ആയി പോയില്ലേ, സൂററ്റില് മിതവാദികളും തീവ്രദേശീയവാദികളും സ്പ്ലിറ്റ് ആയി പോയവര് അവര് തിരിച്ച് ഒന്നും കൂടെ ഒന്നിച്ച് നമുക്കൊന്ന് ഒരു ധാരണയിൽ മുന്നോട്ട് പോവാം, നമുക്ക് വീണ്ടും യുണൈറ്റഡ് ആയിട്ട് ഒരുമിച്ച് നിന്ന് അവരെ എതിർക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നു. ആൻഡ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ വരവും കൂടിയാണ്. അപ്പൊ ഈ ഒരു സമയത്താണ് ഗാന്ധി വരുന്നത്. 1915 ഗാന്ധി വരുന്നത് അല്ലെ. പിന്നെ അങ്ങോട്ടേക്കുള്ള അടുത്ത ചാപ്റ്ററിലൊക്കെ ആഫ്റ്റർ ഗാന്ധി, അതായത് ഗാന്ധിയൻ എറ, ഗാന്ധി വന്നതിന് ശേഷമുള്ള ആ ഒരു കാലഘട്ടമാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോ ഈ ഒരു ചാപ്റ്റർ ഇവിടെ വെച്ച് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ ഒരു ടൈം ലൈൻ നോക്കാം. അപ്പൊ
അപ്പോൾ ഇതിൽ ആദ്യം നാട്ടുഭാഷാ പത്രനിയമമാണ് വരുന്നത്. വെർണക്കുലർ പ്രസ് ആക്ട് 1878 ലിറ്റൻ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ്. ഇനി INC രൂപീകരിച്ചത് 1885 ഡിസംബർ 28 ബംഗാൾ വിഭജനം 1905 ഒക്ടോബർ 16 കഴ്സൺ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണെന്ന് ഓർത്തിരിക്കുക. ഇനി സൂറത്ത് സ്പ്ലിറ്റ് എക്സ്ട്രീമിസ്റ്റുകളും മോഡറേറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തത് 1907 സർവേന്ത്യ മുസ്ലിം ലീഗ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഫോം ചെയ്തത് 1906 മിൻഡോ മോർലി പരിഷ്കാരങ്ങൾ 1909 ഹോം റൂൾ ലീഗ് 1916 ആ ബോക്സിൽ നമ്മൾ വായിച്ചപ്പം 1914 എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തിനാണ്? ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ വർഷമാണ്. ഇത് കൺഫ്യൂസ് ആവരുത്. ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചിട്ടുള്ളത് 1916 കേട്ടോ. ഇനി ലക്നൗ സെഷൻ കോൺഗ്രസ് നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞത് 1916. അപ്പൊ നമുക്കിനി PYQs നോക്കാം കേട്ടോ. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. സത്യശോധക് സമാജ് ജ്യോതിറാവു ഫൂലെ, ഹിതകരണി സമാജം വീരേശലിംഗം, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, ബ്രഹ്മ സമാജം രാജാറാം മോഹൻ റായ്. അപ്പൊ ഇതിൽ നമ്മൾ ആ ടേബിളിൽ നോക്കിയപ്പം പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ് പഠിച്ചതാണ്. അതുപോലെ തന്നെ ഹിതകാരിണി സമാജം വീരേശലിംഗം. പിന്നെ റിനൈസൻസ് ലീഡേഴ്സിനെ നോക്കിയപ്പോഴും ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്, സത്യശോധക് സമാജ് ജ്യോതിറാവ് ഫൂലെ എന്ന് പഠിച്ചതാണ്. അപ്പൊ ഇതെല്ലാം ശരിയാണ് അല്ലെ? ഓപ്ഷൻ D ആണ്, എല്ലാം ശരിയാണ്. അടുത്തത്, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഓപ്ഷൻ A ആണ് ശരി ഉത്തരം വരുന്നത്. ഇനി സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പൊ ബ്രഹ്മസമാജം എന്ന് പറയുമ്പോൾ ആരാണ് അതിന് റിലേറ്റഡ് ആയി നിൽക്കുന്നത്? രാജാറാം മോഹൻ റോയ് ആണ്. അപ്പൊ ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യും, സ്ത്രീകൾക്ക് എതിരായ വിവേചനം അവസാനിപ്പിക്കും, വിവേചനം അവസാനിപ്പിക്കും, സതി ശൈശവ വിവാഹം എന്നിവ അവസാനിപ്പിക്കുക, പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു, ഇന്ത്യയിലെ മുസ്ലിം സാമൂഹിക പുരോഗതിക്കായി വാദിച്ചു. അപ്പൊ അതിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിച്ചിട്ടുണ്ടോ? ഇല്ല, അത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ തന്നെ ഈ 2 ഓപ്ഷനും പോയി. പിന്നെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത്? അദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് ആധുനിക വിദ്യാഭ്യാസത്തിനായി, മോഡേൺ എഡ്യൂക്കേഷൻ ആണ് അല്ലെ, മോഡേൺ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് സ്ഥാപിച്ചത്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ് വരുന്നത്. 1, 2, 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാ? രാജാറാം മോഹൻ റോയ് അല്ലെ. ഇനി ഇന്ത്യൻ പത്രങ്ങളും അതിന്റെ സ്ഥാപകരും താഴെ കൊടുത്തിരിക്കുന്നു. അവരിൽ നിന്ന് തെറ്റായ ജോഡി, തെറ്റായതാ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് അറിയാവുന്നത് 2 ഉണ്ടാവും. ഏതാണ്? സമ്പദ് കൗമുദി രാജാറാം മോഹൻ റോയ് ആണെന്ന് നമ്മൾ ഈ പാഠത്തിൽ കണ്ടു. അതുപോലെ മിറാത്തുൽ അക്ബർ ഫിറോസ് ഷാ മേത്തയാണെന്നും കണ്ടു. അപ്പൊ അത് 2 ശരിയാണെന്ന് നമുക്കറിയാം. പിന്നെ ഈ ബംഗാൾ ഗസറ്റ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു GK ക്വസ്റ്റ്യനും കൂടിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ ആണ് ബംഗാൾ ഗസറ്റ്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. അപ്പൊ അതും ശരിയാണ്. അപ്പൊ ഇവിടെ തെറ്റ് വന്നിരിക്കുന്നത് ഹിന്ദു പാട്രിയറ്റ് ആണ്, മധുസൂദൻ റേ. അതാണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ C ആണ് ഉത്തരം. ഇനി ചുവടെ തന്നിരിക്കുന്ന, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ വരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ, കഴിഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. നല്ല ഓർമ്മയുണ്ടോന്ന് നമുക്ക് നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതാണ്? നീലദർപ്പൺ ദിനബന്ധു മിത്ര അല്ലെ, ഇൻഡിഗോ റിവോൾട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു. ഇനി രംഗഭൂമി രവീന്ദ്രനാഥ് ടാഗോർ, ആനന്ദമഠം ബങ്കീം ചന്ദ്ര ചാറ്റർജി. ആനന്ദമഠം ഒന്നും തെറ്റിക്കരുത്, അത്രയും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രംഗഭൂമിയാണ് ഇവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്നത്. 1ഉം 3ഉം ശരിയാണ്. അപ്പൊ B ആണ് ആൻസർ. രംഗഭൂമി ആരുടെയാണ്? പ്രേംചന്ദിന്റെ ആണ് കേട്ടോ, രവീന്ദ്രനാഥ് ടാഗോറിന്റെ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ലോകമാന്യ എന്ന ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലോകമാന്യ തിലക് എന്ന് തന്നെ പറയും. ആരാ? ബാൽ ഗംഗാധര തിലകിന്. ഇനി പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഏറ്റവും ആദ്യം ഈ ചാപ്റ്ററിൽ പറഞ്ഞത് ദാദാബായ് നവറോജി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നാട്ടുഭാഷാ പത്ര നിയമം എന്നാണ് പറഞ്ഞത്. അത് തന്നെയാണ് വെർണക്കുലർ പ്രസ് ആക്ട്. അത് നിലവിൽ വന്നത് ഏതാണ് വർഷം? 1878. 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആദ്യമായിട്ടൊരു മലയാളി അധ്യക്ഷ സ്ഥാനത്ത് വന്നു എന്ന് നമ്മൾ പറഞ്ഞു. സർ C ശങ്കരൻ നായർ. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി, വീണ്ടും റിപ്പീറ്റഡ് ആണെന്ന് പറഞ്ഞല്ലേ, ദാദാബായ് നവറോജി. ഇനി താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ഇവയിൽ ശരിയായ ജോഡികളാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്കിതൊന്നും ഒരു ഐഡിയ ഇല്ല എന്നൊക്കെ തോന്നാം. പക്ഷെ അങ്ങനെ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യരുത്. ഇതിൽ നമുക്ക് അറിയുന്ന ഏതെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ സമ്പദ് കൗമുദി ആരല്ല? ശ്രീനാരായണ ഗുരു അല്ല എന്ന് നമുക്കറിയാം. ഇത് തെറ്റാണെന്ന് നമുക്കറിയാം അല്ലെ. സമ്പദ് കൗമുദി ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അപ്പം ഇതിന്ന് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ തന്നെ നമുക്ക് ശരി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമല്ലോ.
ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. 4 തെറ്റാണ്. അപ്പൊ എ വരില്ല, സി വരില്ല, ഡി വരില്ല, ബി ആണ് ശരി ഉത്തരം എന്ന് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ മിക്കവാറും കുറെ എക്സാമിന് ഇതുപോലെ നമ്മൾ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ സ്കിപ്പ് ചെയ്യരുത്, ഒന്ന് നോക്കുക ഇതില് എന്തെങ്കിലും ഒരു ഹുക്ക് ഉണ്ടോ ആൻസറിലേക്ക് എന്നുള്ളത്. അപ്പൊ നമ്മൾ പഠിച്ച എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് ഒരു പക്ഷെ ഇങ്ങനെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇപ്പൊ ഇവിടെ 4th ഒരു ഓപ്ഷൻ മാത്രം മതി, നമുക്ക് ഉത്തരം കിട്ടി. ആദ്യത്തെ 3 ഓപ്ഷൻ നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഡിഗ്രി ലെവലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് വായിക്കും, ഗുലാംഗിരി, ജ്യോതിറാവു ഫൂലെ ആണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കും. 10th ലെവലിലേക്ക് ചിലപ്പോൾ നമ്മൾ അത്രയും വായിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും ഈ ഒരു ഒറ്റ സാധനം കിട്ടിയ, ആ ഒരൊറ്റ ഹുക്ക് കിട്ടിയാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പം പെട്ടെന്ന് അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവരുത്, ഒന്ന് നോക്കുക. ഇനി താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ, മോഡറേറ്റ്സ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആരായിരുന്നു? അപ്പൊ മിതവാദികളിൽ ഉൾപ്പെടുന്നത് ആരായിരുന്നു? ഈ കൊടുത്തതിൽ ലാൽ ബാൽപാൽ ഇവിടെ ഉണ്ട് അല്ലെ, ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാല്, ബാൽ ഗംഗാധർ തിലക് ഉണ്ട്. അപ്പൊ ഇവരാരായിരുന്നു? എക്സ്ട്രീമിസ്റ്റുകളായിരുന്നു. അപ്പൊ ആകെ വരുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇനി ചുവടെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആരാ മിതവാദി? അല്ല, മിതവാദി ഉൾപ്പെടാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മിതവാദി അല്ലാത്തത് ആരാണ്? ബാൽ ഗംഗാധർ തിലക് ആണ് അല്ലെ. ഇനി താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡികളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ 2 എണ്ണേ നമുക്ക് അറിയുണ്ടാവുള്ളൂ. ഇത് രണ്ടും നെക്സ്റ്റ് ചാപ്റ്റർ എന്നാണ് വരുന്നത്. പക്ഷെ എന്നാലും നമുക്ക് നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ആണ്. സൂറത്ത് സമ്മേളനത്തിലെ കോൺഗ്രസിന്റെ പിളർപ്പ്, സൂറത്ത് സ്പ്ലിറ്റ് 1907 ആണ്. അപ്പൊ ഇത് രണ്ടും ശരിയാണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇത് രണ്ടും ശരിയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ എല്ലാം ശരിയാണ് എന്നുള്ളതിലും നമുക്ക് കൺഫ്യൂസ് ആയിട്ട് നിൽക്കാം. പക്ഷെ ഇവിടെ 34 എന്നുള്ളത് ഈ ഓപ്ഷൻ തെറ്റാ. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയത് 1924 അപ്പൊ അത് തെറ്റാ. ഉത്തരം വരുന്നത് 1, 2, 4 മാത്രമാണ് കേട്ടോ. ഇനി വീണ്ടും ദാദാഭായ് നവറോജി തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ്? ഏത് പുസ്തകമാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇനി രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ, അദ്ദേഹത്തിന്റെ പത്രങ്ങൾ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കൊടുത്തതിൽ ഏതൊക്കെയാണ്? മിറാത്തുൽ അക്ബറും സമ്പദ് കൗമുദി അല്ലെ. 3 and 4 ആണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇനി ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ ഇലക്ട്രേറ്റ് ഏർപ്പെടുത്തിയ നിയമം. നമ്മൾ പറഞ്ഞു മുസ്ലിങ്ങൾക്ക് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊടുത്തത് ആരാണ്? മിന്റോ മോർലി റിഫോംസ് കൊണ്ടുവന്നപ്പം മിന്റോ പ്രഭു ആണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ ഡി മിന്റോ മോർലി പരിഷ്കരണ നിയമത്തിലാണ് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ ഇലക്ട്രേറ്റ് ഏർപ്പെടുത്തിയത്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? ഏതിലാണ്? അമരാവതി സെഷൻ. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞതാണ്. ഇനി എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത്? അപ്പൊ ഇതൊരു അഡീഷണൽ ഇൻഫോ ആണ്. ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും പറഞ്ഞിരുന്നു ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചെന്നൈയിലായിരുന്നു, മദ്രാസിലാണെന്ന് പറഞ്ഞു. അപ്പം ഹോം റൂൾ മൂവ്മെന്റ് ഇവിടെ തുടങ്ങിയത് മദ്രാസിലാണ് കേട്ടോ. ഇനി 1913 തുടങ്ങിയ ഖാദർ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഖാദർ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആ ടേബിൾ, അതാ പറഞ്ഞ ടേബിൾ നന്നായി പഠിച്ചിട്ട് പോവാ. ഖദർ പാർട്ടി ലാലാ ഹർദയാൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആര് വേണമെങ്കിലും ചോദിക്കാം, അനുശീലൻ സമിതിയൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. അപ്പോ ഖദർ പാർട്ടി ആരാണ്? ലാലാ ഹർദയാൽ. ഇനി താഴെ ഇതൊരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എന്നാലും ഞാൻ ഇട്ടതാണ് കേട്ടോ, അഡീഷണൽ ഇൻഫോ നമുക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. താഴെ പറയുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിൽ നമുക്ക് അറിയുന്നത് കറക്റ്റ് ആണെന്ന് അറിയുന്നത് ഏതാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കൃതി രചിച്ചു. 4 ശരിയാണ്. 4 ശരി വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. സിയും ബി അല്ല 3 ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതിൽ 4 ശരിയാണെന്ന് പറയുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. എ അല്ലാന്നപ്പോ നമുക്കറിയാം ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ പിന്നെ തീവ്രവാദി നേതാവല്ല എന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ തീവ്രവാദി നേതാവ് ആയിരുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും എന്താണ്? തെറ്റാണ്. അപ്പൊ 2 വരുന്നത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എയും ബിയും എലിമിനേറ്റ് ചെയ്യാം. സിയും ഡിയിലും ഏതോ ഒന്നാണ്. അപ്പൊ 4 മാത്രം എന്നുള്ളതല്ല ഇവിടെ ഉത്തരം വരുന്നത്. 1, 3, 4 ആണ് കേട്ടോ. ലണ്ടൻ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി ആണ്. അതുപോലെ 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് 3 ദാദാഭായ് നവറോജിനെ പറ്റിയിട്ടുള്ള ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ ദേശീയതയുടെ ആവിർഭാവത്തിനുള്ള കാരണങ്ങളും അതുപോലെ തന്നെ അതിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല വളർച്ചയൊക്കെ ഒന്ന് മനസ്സിലാക്കിയല്ലേ. ഇനി അടുത്ത വീഡിയോയിലാണ് നമ്മൾ എന്ത് നോക്കുന്നത്? ഗാന്ധിയൻ കാലഘട്ടം തൊട്ട്, അതായത് ഗാന്ധിയൻ എറ തൊട്ട് പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ലബ്ധി ആ ഒരു ഏരിയ വരെ, ഫ്രീഡം ഓഫ് ഇന്ത്യ വരെയുള്ള ഒരു കാര്യമാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കുന്നുണ്ടാവുക. അതിനുശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ 4th പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അതുപോലെ തന്നെ ആസ്പിരൻസ് ആയിട്ട് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ്, ക്വയറീസ്, ഡൗട്ട്സ് എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ ഇതിൻ്റെ നോട്ട്സ് ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിലും അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ PDFs ഒക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. So thank you so much for watching the video. Happy learning with Habitus.